ഈശോ പണ്ട് പറഞ്ഞായിരുന്നേ, പകലായിരിക്കുമ്പോഴും ഞാൻ എന്നെ അയച്ചവൻ്റെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. 9-ാം അധ്യായമില്ലേ, യോഹന്നാൻ്റെ 9-ാം അധ്യായം 4-ാമത്തെ വാക്യം തൊട്ട് പറയുമ്പോൾ, പകലായിരിക്കുമ്പോഴും ഞാൻ എന്നെ അയച്ചവൻ്റെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താ കാരണം? ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്ത് വരികയാണല്ലോ എന്ന്. അപ്പം നമ്മൾ കണ്ണെ കണ്ട് കാണുന്ന കാലങ്ങളിൽ ചെയ്യാനുള്ള എല്ലാ നന്മകളും ചെയ്യണം. അതാണ് ഈശോ അവളോട് പറഞ്ഞത്. അവളെൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തെന്ന് കരുതിയാൽ മതി. ചില സമയത്ത് ആ സമയത്ത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മളെല്ലാം നന്മകളെല്ലാം മാറ്റി നീട്ടി വെക്കരുതെന്ന് അർത്ഥം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആ നന്മകൾ നിൻ്റെ സഹോദരനോ നിൻ്റെ അപ്പനെയോ അമ്മയ്ക്കോ അയൽവാസിക്കോ നിൻ്റെ സഹപ്രവർത്തനോ ചെയ്യാം എന്ന് പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമെന്ന് കരുതണ്ട, പറ്റിയെന്ന് വരത്തില്ല. അതാണ് കാരണം. എന്താണ്? പകലായിരിക്കുമ്പോഴും എല്ലാത്തിനും ഒരു പകലുണ്ട്. പകൽ ചെയ്ത് തീർക്കാനുള്ള ജോലികൾ ചെയ്ത് തീർക്കണം. കണ്ണും പകലും ഉള്ളപ്പോഴൊക്കെ അങ്ങനെയല്ല നാട്ടുഭാഷ. നിൻ്റെ അപ്പനോടായാലും അമ്മയോടായാലും അയൽവാസിയോടായാലും നിന്നെ ഈ നിലയിൽ എത്തിച്ച ആൾക്കാരോടായാലും എല്ലാം അവരൊക്കെ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ എല്ലാം കടപ്പാടുകളുണ്ടെങ്കിൽ അത് കാശായാലും കൈൻഡായാലും ശരി, കരുണയായാലും കൈസഹായമായാലും ശരി, അത് ചെയ്ത് തീർക്കണമെന്നാണ് ഈശോ പറയണത്. അതാണ് പറയുന്നത്, ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം, സാപത്തിൻ്റെ കാലത്ത് കർത്താവിൻ്റെ ശരീരത്തിൽ തൈലം വേണ്ട പോലും പൂശാൻ ആർക്കും ഒത്തില്ലല്ലോ. അതുകൊണ്ട് അഡ്വാൻസായിട്ട് അവൾ ചെയ്ത കാര്യം ആ ഒരു സമയത്തേക്ക് കർത്താവ് ഏറ്റെടുത്ത സ്നേഹമെന്ന് പറയുന്നത് എന്തോ ഒരു സ്നേഹമാണ്. ഈശോ ഒരു ശാന്തസമുദ്രം പോലെയാണ്. ആഴമളന്നാലും തീരാത്ത ഒരു അത്രയുമാണ് കർത്താവിൻ്റെ. അതാണ് സ്നേഹത്തോടെയാണ് കർത്താവിൻ്റെ വചനങ്ങളൊക്കെ വായിക്കേണ്ടത്, കേൾക്കേണ്ടത്. എന്നിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എൻ്റെ കർത്താവിനെ കുറിച്ച് ഞാൻ കേൾക്കുമ്പോഴേ ഓരോ വചനങ്ങളും ഓരോ കർത്താവിൻ്റെ ജീവിത മുഹൂർത്തങ്ങള് ധ്യാനിക്കുമ്പോഴേ കർത്താവിൻ്റെ ഹൃദയം മനസ്സിലാക്കാനുള്ള അഭിഷേകത്താൽ, സ്നേഹത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പാടുക സന്തോഷത്തോടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചെയ്യാനുള്ള നന്മ പ്രവൃത്തികളെല്ലാം കണ്ണും പകലുമുള്ളപ്പോൾ ചെയ്തു തീർക്കണം. കർത്താവ് അതാണ് അന്ധൻ്റെ കണ്ണ് സുഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. കണ്ണുള്ളപ്പോഴേ കാണണം, കാണേണ്ടവരെ കാണണം, കണ്ടതുപോലെ കാണണം. നിന്നെ സഹായിച്ചവരെ, നിന്റെ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവരും അവരാണ് അയൽവാസി എന്ന കർത്താവ് പറഞ്ഞത്. പ്രാർത്ഥിക്കർത്താവേ, കർത്താവേ എൻ്റെ കണ്ണുള്ളപ്പോഴേ, എനിക്ക് അവസരമുള്ളപ്പോഴേ ആർക്കും വേല ചെയ്യാനാവാത്ത എൻ്റെ രാത്രികള്, എൻ്റെ സാപത്ത് കാലങ്ങള് അടുത്ത് വരും മുമ്പേ നിന്റെ നാമത്തില് ക്ഷമിക്കുവാനും പ്രവൃത്തികളാണ് സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാനും അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ.
അച്ഛൻ ആദ്യം പറഞ്ഞത് എൻ്റെ മക്കൾ ഓർക്കരുത്, മറന്നു പോകരുത്. അതായത് ഈശോയെ ദൈവം നമുക്ക് നൽകിയത് ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മളറിയാനും നമ്മുടെ സ്നേഹം കർത്താവ് വഴി പിതാവായ ദൈവത്തിന് കൈമാറാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നമ്മൾ ജീവിക്കാനും. കണ്ട ഈ നമ്മൾ ധ്യാനിച്ച ഓരോ സുവിശേഷ ഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ 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 ആർക്കും വേല ചെയ്യാനാവാത്ത രാത്രി വരും മുമ്പേ എനിക്ക് ആയുസ്സും ആരോഗ്യവും എനിക്ക് സന്മനസ്സുള്ള എന്റെ പകൽക്കാലങ്ങളിലെ കർത്താവേ നിന്റെ നാമത്തെ ശുശ്രൂഷിക്കുവാൻ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണം കർത്താവേ. ഭൂമിയിലെ അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുമ്പോഴെല്ലാം അങ്ങ് മറിയത്തിന്റെ പേര് വെളിപ്പെടുത്തുമെന്ന് അവരുടെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്റെ സുവിശേഷം 17 പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്റെ പിതാവേ. ഈശോയെ, ഭൂമിയിലെ അങ്ങയോടുള്ള സ്നേഹത്താൽ സുവിശേഷത്തിന് സാക്ഷിയായി മഹത്വത്തിന്റെ ഉപചാര ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നാമത്തിലെ തിരുസന്നിധിയിൽ മഹത്വപ്പെടുവാൻ സുവിശേഷത്തിന് പാത്രമാക്കണമേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോഴ് നിങ്ങൾ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവിൻ്റെ ശക്തി ആവസിക്കാൻ വേണ്ടി കർത്താവിൻ്റെ അഭിഷിക്തൻ, കർത്താവിൻ്റെ എളിയ ശുശ്രൂഷകൻ, കർത്താവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയുടെ മക്കളെ എല്ലാവരെയും ഇവിടുന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുക. ഈശോ, അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ ഈ ധ്യാനം പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ കർത്താവേ. ഓരോ ഭവനങ്ങളെയും ആശീർവദിക്കണമേ കർത്താവേ. ഈശോ, പലതരത്തിലെ രോഗികള് കർത്താവെ ഇപ്പോഴ് ആശുപത്രിയിൽ പോലും പോകാൻ പേടിയായിട്ടും അതിനുള്ള അവസരമില്ലാതെയും അതിനുള്ള അവസ്ഥകളിൽ കഴിയുന്നുണ്ട് കർത്താവെ. ഈ നിമിഷം കർത്താവെ, ഞങ്ങളുടെ ഭരണാധികാരികളെ കർത്താവെ, ദേശീയവും സംസ്ഥാനത്തെ ഭരണാധികാരികളെ കർത്താവെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവെ, ജനത്തെയും ലോകത്തെയും കർത്താവെ, ഞങ്ങളുടെ രാഷ്ട്രത്തെ കർത്താവെ സമാധാനത്തിലേക്ക്, ജനത്തിന്റെ സ്വസ്ഥതയുടെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കർത്താവെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് കർത്താവെ അവിടെ കഴിവിനേക്കാൾ ഉപരി കർത്താവിന്റെ കൃപയാലും ശക്തിയാലും കർത്താവെ കൊറോണ എന്ന് പറഞ്ഞ വലിയ വിധിവൈപര്യത്തെ കർത്താവെ അതിജീവിക്കാനുള്ള കൃപയും കഴിവും കർത്താവെ ഞങ്ങളുടെ രാഷ്ട്രത്തിനും ലോകത്തിനും നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി നന്ദി. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുപോയ എല്ലാ മക്കളെയും ആരാധനയിലെ പരിശുദ്ധ അമ്മ വഴി ഓർക്കുന്ന സമയമാണ്. നിങ്ങളുടെ വിഷയങ്ങളെ ഇപ്പോൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ ഓരോ വിഷയങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ഈശോ മിശിഹായെ അങ്ങയുടെ തിരുസന്നിധി വന്ന് കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജീവിതത്തിൻ്റെ ഉടമ്പടി എടുത്തു പോയ മക്കളെ കർത്താവെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ പലതരത്തിൽ ആധ്യാത്മികമായ തകർച്ചയുള്ള കുടുംബങ്ങൾ, പ്രാർത്ഥന ഇല്ലാതിരുന്ന കുടുംബങ്ങൾ, വിശുദ്ധി ഇല്ലാതിരുന്ന കുടുംബങ്ങൾ, പശ്ചാത്താപം ഇല്ലാതിരുന്ന കുടുംബങ്ങളെല്ലാം കർത്താവെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെയും കർത്താവെ പലതരത്തിൽ മാതാപിതാക്കന്മാരെ വിഷമിക്കുകയും ക്ലച്ചിക്കുകയും ചെയ്തുകൊണ്ട് വഴിപിഴച്ച ജീവിതങ്ങൾ നയിച്ചുകൊണ്ട് കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മുന്നിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഈ നിമിഷം തളിക്കപ്പെടുന്നു. പ്രാർത്ഥിക്കർത്താവെ മക്കൾ ഇല്ലാതിരുന്നവരുടെ കർത്താവെ മക്കളെ ലഭിക്കാതെ കർത്താവെ പലതരത്തിലുള്ള മാനസിക പീഡന അനുഭവിച്ചവരുടെ കർത്താവെ അവരെല്ലാം ഈ നിമിഷം കർത്താവെ മക്കളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിച്ചു പോയൊരു കർത്താവെ വിവാഹം നടത്താൻ മാർഗമില്ലാത്തൊരു കർത്താവെ അതിന്റെ പേര് ജീവിതം അർത്ഥശൂന്യമായി തോന്നിയത് മക്കളുടെ മേലെല്ലാം കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദശമാസകലം രോഗങ്ങളുള്ളവരെ അവർ യേശുനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവർക്ക് ഇങ്ങനെ കൈ പൊതിഞ്ഞു വെക്കാം. ദേശമാസകലം വിവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ മേലെയും കർത്താവിൻ്റെ കാരുണ്യം ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആരാധ്യനായ ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥം വഹിക്കുന്ന സമയമാണമ്മ. ആ നിമിഷം ഓർത്തുകൊണ്ട് തന്നെ ഈ ഹൃദയത്തിലെ ആഴമായ ദൈവസ്നേഹത്തോടെ വിശ്വാസത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, കൈ പൊതിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവെ. ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ. ഈശോ നിന്റെ തിരുമുറുപാടുന്ന വലതുകരം കർത്താവെ ഓരോ മക്കളുടെ ശിരസ് കർത്താവെ കൈകൊണ്ട് ശരീരം പൊതിഞ്ഞുകൊണ്ട് നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേൽ കർത്താവെ നിന്റെ തിരുമുറുപാടുന്ന ആണിപ്പെടുന്ന അത്ഭുത കർത്താവെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ ഉള്ളം കാലുമുതൽ കർത്താവെ ഉച്ചവരെ കർത്താവിനത്തം നൽകപ്പെടട്ടെ. ഉള്ളം കാലുമുതൽ കർത്താവെ ഉച്ചവരെ കർത്താവിനത്തം തെരയപ്പെട്ട കർത്താവെ കരളുവേദന അനുഭവിക്കുന്ന കർത്താവെ ആ കടനെ സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ ഫാറ്റി ലിവറുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ. കിഡ്നി രോഗികളെ കർത്താവെ നിന്റെ തിരുമുറുപാടുന്ന ആണിപ്പെടുന്ന വലതു കർത്താവ് സ്പർശിക്കണമേ കർത്താവെ. മുടി കൊഴിച്ചുള്ള കർത്താവെ ചൊറിച്ചിനം കർത്താവെ ത്വക്ക് രോഗങ്ങളുള്ള കർത്താവെ വിശപ്പ് രോഗം കർത്താവെ വിശിഷ്ടമായ രക്തത്താൽ അവിടെ ശരീരത്തെ കർത്താവെ അങ്ങ് കഴുകണമേ കർത്താവെ. അസ്ഥി രോഗി കർത്താവെ, പേശി രോഗി കർത്താവെ, വാത രോഗി കർത്താവെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. ഹൃദയ രോഗികളെ, ആസ്മ രോഗികളെ, അസ്ഥി രോഗികളെ, അസ്ഥി ഉരുക്കമുള്ളവരെ കർത്താവെ അവരെ സ്പർശിക്കണമേ കർത്താവെ. പലതരത്തിലുള്ള സ്രാവരോഗങ്ങളെ കർത്താവെ സ്പർശിക്കണമേ കർത്താവെ. മുക്കിൽ നിന്ന് രക്തം വരുന്നവരെ, ചെവിയിൽ നിന്ന് രക്തം വരുന്നവരെ, മലമൂത്രങ്ങൾ അറിയാതെ പോകുന്നവരെ കർത്താവെ, കർത്താവെ ഹൃദയത്തെ ശിച്ചുള്ളവരെ കർത്താവെ ഓരോ രോഗത്തിൽ കർത്താവെ ഓരോ ഞരമ്പുകളിലെ നാടികളിൽ കർത്താവെ തളർച്ചയുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ. മൂത്രാശയ രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. രക്തസ്രാവ രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. പിസ്സുല രോഗികളെ, പിസ്സോട് രോഗികളെ കർത്താവെ, രോഗികളെ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. മാരക രോഗങ്ങളെ, വേദികളെ യേശുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷകൾ അനിശ്ചിതമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥകളെല്ലാം മാറുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത്.
ഇപ്പം നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആഴമായ ഭക്തിയോടെ പുനഃസമർപ്പണം ചെയ്യണം. ഇനിയും ഒരു പ്രളയം സഹിക്കാൻ നമുക്കാവില്ല. തന്നെയുമല്ല, ഇനി കൊറോണയ്ക്ക് ഉണ്ടാകുന്ന അതേ രോഗലക്ഷണങ്ങൾ തന്നെയാണ് സാധാരണ വർഷപ്പനിക്കൊക്കെ ഉണ്ടാകുന്നത്. ഇതേതാണ് അതാണ് ഇതാണോ എന്നറിയാൻ പാടില്ലാതെ കുഴങ്ങുന്ന ഒരു ഇരുട്ടിൻ്റെ അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സാംക്രമിക രോഗങ്ങളും അതുപോലെ പകർച്ചവ്യാധികളും ഈ രാജ്യം വിട്ടു പോകണം, ഈ ലോകം വിട്ടു പോകണം. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, കാലാവസ്ഥകളെ പ്രതികൂലമായി കൊണ്ടിരിക്കുന്ന കർത്താവെ, വർഷങ്ങളും പ്രളയങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്ന കർത്താവ്, ഇതിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്, വർഷങ്ങളെയും കർത്താവ്, പ്രളയങ്ങളെയും കർത്താവ്, മനുഷ്യനെ ജീവജാലങ്ങളൊക്കെ കർത്താവ് പാടില്ലാത്ത രീതിയിൽ കർത്താവ് കാലാവസ്ഥയെ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈശോ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചപ്പനികളും അതുപോലെ സാംക്രമിക രോഗങ്ങളും കർത്താവ്, ബാധകളും വസന്തകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സാമ്പത്തികമായ ഒരു അടിയന്തരാവസ്ഥയെക്കുറിച്ച് പോലും രാഷ്ട്രം ചിന്തിക്കുവാൻ ബാധ്യസ്ഥമാകുന്ന ഒരു പ്രതികൂല കാലാവസ്ഥയാണിത്. കാർഷിക മേഖലകളുണ്ട്. നമ്മുടെ എല്ലാ വീടാന്തരമുള്ള കാർഷിക മേഖലകൾ ഉണരേണ്ടതുണ്ട്. പ്രവാസികളെല്ലാം തിരിച്ചു പോരുമ്പോൾ പകുതി പേർക്കും ജോലിയില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമ്മളൊരു പുതിയ സംസ്കാരം, തൊഴിലിൻ്റെയും കാർഷിക അഭിവൃദ്ധിയുടെയും സ്വയം പര്യാപ്തതയുടെയും പുതിയൊരു സംസ്കാരം, അതിനുള്ള പദ്ധതികളും പോംവഴികളും മനസ്സും ഇച്ഛാശക്തിയും നമ്മുടെ രാഷ്ട്രാധിപന്മാർക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ജോലി ഇപ്പം തന്നെ ഇല്ലാത്തവര്, സാമ്പത്തികമായ പലതരത്തിലുള്ള ബാധ്യതകളിൽ പെട്ടുപോയവർ, പണം ലഭിക്കാനുള്ളവരും കൊടുക്കാനുള്ളവരും, അതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയവർ, അതാണ് ഞാൻ ഏറ്റവും വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം. അതിൻ്റെയൊക്കെ പേരിൽ ദൈവത്തിന് അകന്നു പോയവരെ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെ, മറ്റു ദുശ്ശീലങ്ങൾ അകപ്പെട്ടു പോയവർ, എന്ത് ചെയ്യണമെന്നറിയാൻ പാടാതെ വിഷമിക്കുന്നവരുടെ പേരെല്ലാം, ഭവനരഹിതര്, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, മാറി താമസിക്കാൻ പറ്റാത്തവർ, വാടക പോലും കൊടുക്കാൻ വിഷമിക്കുന്നവർ, വാടകയ്ക്ക് പോലും കിട്ടാത്തവർ, അങ്ങനെ പലതരത്തിലുള്ള പാർപ്പിട പ്രയാസങ്ങൾ എല്ലാത്തിൻ്റെ മേലും മക്കളെ കൊണ്ട് വ്യതിരിക്കുന്നവർ, അവരുടെ പരീക്ഷകളും ജോലികളിലും എല്ലാം കർത്താവേ, അവരെ കാണാൻ പറ്റാതിരിക്കുന്നവരും കർത്താവേ, അവർക്ക് പോലും കർത്താവേ, കുടുംബം നിലനിന്നും പോകാനുള്ള നിത്യനിവൃത്തിക്ക് പോലും പ്രയാസപ്പെടുന്നവരുടെ മേൽ കർത്താവിൻ്റെ വഴികൾ തെളിയട്ടെ. കടലിനെ അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. ഓരോ വ്യക്തികൾ ആരെല്ലാം കർത്താവിന് അനുദിന നിത്യവൃത്തിക്ക് ദിവസക്കൂലിക്ക് കർത്താവ് പണി ചെയ്യുന്നുവോ, അതിൻ്റെ പേരിൽ ആരെല്ലാം വേദന അനുഭവിക്കുന്നുവോ, അവർക്കെല്ലാം നിലനിൽപ്പിനുള്ള കൃപയും വഴികളും ലഭിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യങ്ങൾ ഇപ്പോഴ് കൈകൾ കുപ്പി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തിപരമായ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക.
പ്രിയമുള്ളവരെ, കൃപാസനത്തിലെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പഴയ അതേ ശക്തിയോടുകൂടി തന്നെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ സന്നിധാനത്തിലേക്ക് ഓൺലൈൻ ഉടമ്പടി ചെയ്യാവുന്നതാണ്. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം നിൻ്റെ മനസ്സ് ഹൃദയം കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം മേടിക്കുക. നമ്മുടെ സമർപ്പിച്ച എല്ലാ ജീവിത നിയോഗങ്ങളുടെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹം കൃപയും ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കൈകളും യേശുവിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം കർത്താവേ. എല്ലാ സ്തുതികൾക്കും യോഗ്യനായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ.